ശ്രേഷ്ഠ കാതോലിക്ക ആബൂന്മാർ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് നമ്മുടെ മുഖ്യ അതിഥി ഗോവ ഗവർണർ കൂടെയായ ഹിസ് എക്സലൻസി ശ്രീ PS ശ്രീധരൻ പിള്ള സാറ്, വേദിയിലുള്ള അഭിമന്യ പിതാക്കന്മാരെ, MP-മാർ, MLA-മാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ വിശിഷ്ട അതിഥികളെ, വന്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും ഈസ്റ്റർ മംഗളങ്ങൾ ആദ്യമേ നേരുകയും മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ പുതിയ അമരക്കാരൻ, ഈ ഭദ്രാസനത്തിൻ്റെ അജപാലകനും യാക്കോബായ സുറിയാനി സഭയുടെ പുതിയ കാതോലിക്ക ബാവായുമായ ശ്രേഷ്ഠ കാതോലിക്ക ആബൂന്മാർ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ തിരുമനസ്സിന് എൻ്റെ വ്യക്തിപരമായ നാമത്തിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള എല്ലാ പ്രാർത്ഥന മംഗളങ്ങളും അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ തൃപാദത്തിങ്കൽ സമർപ്പിക്കുകയാണ്. മാർച്ച് മാസം 25-ാം തീയതി പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തെ സംബന്ധിച്ചിടത്തോളം, മലങ്കര യാക്കോബായ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദിവസമാണ്. ലബാനോനിലെ പാത്രിയർക്ക് അരമനയിൽ വെച്ച് കൊച്ചി ഭദ്രാസന മെത്രാപ്പൊലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ ആബൂന്മാർ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ എന്ന പേരിൽ മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ പുതിയ അധ്യക്ഷനായി പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ നിയോഗിച്ച ആ നിമിഷം, ആ ദിവസം മലങ്കര സഭയ്ക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയുകയില്ല. എൻ്റെ ജീവിതത്തിൽ ഇത്ര പ്രൗഢഗംഭീരമായ, ഇത്രയും മതസഭാ മേലധ്യക്ഷന്മാരും രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കന്മാരുമൊക്കെ പങ്കെടുത്ത മറ്റൊരു സ്ഥാനാഭിഷേക ചടങ്ങ് അടുത്ത കാലത്തെങ്ങും ഞാൻ കണ്ടിട്ടില്ല, നമ്മുടെ ആരുടെയും മനസ്സിലുണ്ടാവുകയില്ല. അതിന് ദൈവം വിളിച്ച് വേർതിരിച്ച് അനുഗ്രഹിച്ച നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവ തിരുമനസ്സിനെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം. ഷേക്സ്പിയർ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: സം ആർ ബോൺ ഗ്രേറ്റ്, സം അച്ചീവ് ഗ്രേറ്റ്നെസ്, സം ഹാവ് ഗ്രേറ്റ്നെസ് ത്രസ്റ്റ് അപ്പോൺ ദം. ഇതിൽ ആദ്യത്തെ 2 കാറ്റഗറിയിൽ നമ്മുടെ ബാവ പെടും. ജന്മം കൊണ്ട് മഹത്വമാർജിച്ച പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ കുടുംബ പാരമ്പര്യം കൊണ്ട് അനുഗ്രഹീതനായ, ജന്മനാ തന്നെ ദൈവം അനുഗ്രഹിച്ച, അതോടൊപ്പം തന്നെ കർമ്മം കൊണ്ട്, സമർപ്പണം കൊണ്ട്, കഠിന പ്രയത്നം കൊണ്ട്, ദൈവകൃപ കൊണ്ട് മഹത്വം ആർജിച്ച ഒരു ശ്രേഷ്ഠ പിതാവിനെയാണ് നമ്മൾ ഇന്ന് ആദരിക്കുന്നതും അഭിനന്ദിക്കുന്നതും. ശ്രേഷ്ഠ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് ആ സ്ഥാനമേറ്റ് ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ആയുള്ളൂ. അതിൽ ഈ ചുരുങ്ങിയ കാലയളവിൽ ശ്രേഷ്ഠ ബാവ തിരുമനസ്സുകൊണ്ട് സമൂഹത്തിലും സഭകളിലും ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എത്ര വലുതാണെന്ന് അദ്ദേഹത്തിന് ലഭിച്ച ആ വലിയ സ്വീകരണങ്ങളിൽ, സഭകളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകുന്ന ഇൻ്റർവ്യൂസിലൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇന്നെല്ലാവരും ശ്രദ്ധിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചോയ്സ് ഓഫ് വേർഡ്സ്, പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, ചേർത്ത് പിടിക്കുന്ന, കരുത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും കരുതലിൻ്റെയും വാക്കുകൾ, സ്നേഹത്തിൻ്റെ സ്പർശമുള്ള വാക്കുകൾ ഇന്നെല്ലാവരും കാതോർക്കുന്നുവെങ്കിൽ അത് യാക്കോബായ സുറിയാനി സഭയുടെ അഭിമാനമാണ് എന്ന അഭിമാനത്തോടു കൂടി നമ്മൾ വിളിച്ചു പറയും. നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവായായിരുന്ന ആബൂന്മാർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായെക്കുറിച്ച് നമ്മളെല്ലാവരും ആത്മാർത്ഥതയോടെ ഹൃദയം തൊട്ട് പറഞ്ഞിരുന്നത് പകരക്കാരനില്ല തമരക്കാരൻ എന്നായിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ശരിയുമായിരുന്നു. എന്നാൽ അദ്ദേഹം തന്നെ എനിക്ക് പകരക്കാരനുണ്ട്, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന പകരക്കാരൻ എന്ന് എഴുതി വയ്ക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്ത സഭാഐക്യകണ്ഠ്യേന തെരഞ്ഞെടുത്ത അഭിമന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി, ആബൂന്മാർ ബസേലിയോസ്
ജോസഫ് കാതോലിക്ക ബാവ എന്ന പേരിൽ സഭയെ നയിക്കുവാൻ നിയോഗിതനാകുമ്പോൾ സഭ ഇന്ന് അഭിമാനത്തോടെ സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയുമാണ്. മികച്ച ഒരു സംഘാടകൻ. എനിക്ക് തോന്നുന്നത് തോമസ് പ്രഥമൻ ബാവായെക്കുറിച്ച് മറുപക്ഷത്തിന് പേടിയായിരുന്നു. എന്നാൽ നമ്മുടെ പുതിയ കാതോലിക്ക ബാവായെക്കുറിച്ച് മറുപക്ഷത്തിന് പേടി മാത്രമല്ല, അസൂയയും കൂടെ ഉണ്ട് എന്ന അടുത്ത കാലത്തെ അവരുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ്. അങ്ങനെയാണ് അദ്ദേഹം ഈ സഭയെ നയിക്കുന്നത്. സമൂഹത്തിൽ അദ്ദേഹം ഇടപെടുന്നത്. പ്രതിപക്ഷത്തോടുള്ള ആദരവ്, ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള പെരുമാറ്റം, പാവങ്ങളോടുള്ള കരുതൽ, ആർദ്രത, കനിവ്, കരുതൽ, എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള, തന്നോട് വിയോജിക്കുന്നവരെയും ചേർത്ത് പിടിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആ വലിയ മനസ്സ്, ഇതെല്ലാം നമുക്ക് കരുത്താകുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. പഴയ നിയമത്തിലൊരു യൗസേഫ് ഉണ്ടായിരുന്നു. അദ്ദേഹം സാമർഥ്യം കൊണ്ട് ഇസ്രായേലിൻ്റെ രക്ഷകനായി. പുതിയ നിയമത്തിലൊരു യൗസേഫ് ഉണ്ട്. അദ്ദേഹം നീതിബോധം കൊണ്ട്, ധർമ്മബോധം കൊണ്ട് ലോകത്തിന് രക്ഷയ്ക്ക് പാത്രമായി. പഴയ നിയമത്തിലെ ജോസഫിൻ്റെയും പുതിയ നിയമത്തിലെ ജോസഫിൻ്റെയും സാമർഥ്യവും നീതിബോധവും ധർമ്മബോധവും നമ്മുടെ പുതിയ കാതോലിക്ക ബാവ ജോസഫ് കാതോലിക്ക ബാവയിൽ സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ്. എല്ലാവർക്കും സമയം ക്രമീകരിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നമുക്ക് അഭിമാനമായി, അനുഗ്രഹമായി ശ്രേഷ്ഠ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് സഭയെ നയിക്കുവാനായിട്ട് നിയോഗിതനാകുമ്പോൾ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോട് നമുക്ക് കടപ്പെട്ടിരിക്കാം. പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ തിരുമനസ്സിനോട് നമുക്ക് കടപ്പെട്ടിരിക്കാം. ശ്രേഷ്ഠ കാതോലിക്ക ബാവ തിരുമനസ്സിൻ്റെ ഈ നിയോഗം ഇന്ന് ഈസ്റ്ററാണ്. അത് മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യാശയും ഉണർവും പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്ന യാക്കോബായ സുറിയാനി സഭയ്ക്ക് അതിനെ മറികടക്കുവാനും അതിജീവിക്കുവാനും നമ്മൾ അതിജീവിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ഈസ്റ്ററിൻ്റെ വലിയ സന്ദേശമെങ്കിൽ യാക്കോബായ സുറിയാനി സഭ ഈ പുതിയ ഇടയ ശ്രേഷ്ഠൻ്റെ കീഴിൽ ആബുന്മാർ ജോസഫ് കാതോലിക്ക ബാവയുടെ സുധീരമായ നേതൃത്വത്തിന് കീഴിൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുമെന്നുള്ള ഉറച്ച പ്രഖ്യാപനമാണ് ഇവിടെ നടക്കുന്നത് എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ശ്രേഷ്ഠ കാതോലിക്ക ബാവ തിരുമനസ്സിനുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ നാമത്തിലും ഞാൻ 18 വർഷം ശുശ്രൂഷ ചെയ്ത ഇന്ന് ആ ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തയായി കൂടെ ചാർജ് വഹിക്കുന്ന ശ്രേഷ്ഠ ബാവ തിരുമനസ്സിന് തിരുവണ്ണ ഭദ്രാസനത്തിൻ്റെയും പേരിൽ തിരുവണ്ണ ഭദ്രാസനം മാർച്ച് മാസം 10-ാം തീയതി ബാവ തിരുമനസ്സിന് സ്വീകരണം നൽകുന്നുണ്ട്. എങ്കിലും ഈ അവസരത്തിൽ തിരുവണ്ണ ഭദ്രാസനത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ നാമത്തിലും ഒരിക്കൽ കൂടി പ്രാർത്ഥന, മംഗളങ്ങൾ, ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.